Okay, so best thermal paste അല്ലെങ്കിൽ നല്ലൊരു thermal paste ഏതാണ്? നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ടെസ്റ്റിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രാൻഡ്സ് ഓഫ് thermal paste നമ്മൾ വാങ്ങിച്ച് അതിൻ്റെ ഒരു ടെസ്റ്റിംഗ് വീഡിയോയാണ്. അതുമാത്രമല്ല ഇതിനെ നമ്മളുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത TKFന്റെ TG-01 thermal greaseുമായിട്ടും കമ്പയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോയിൽ ആദ്യമേ പറയുകയാണ്, ഇത് നമ്മളുടെ thermal paste ഏറ്റവും ബെസ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ thermal paste തന്നെ വാങ്ങിക്കണം. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് വീഡിയോ ഒന്നുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് ക്ലിയർ ചെയ്യട്ടെ. ഇൻ കേസ് നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ TKFന്റെ ബ്രാൻഡിലും thermal paste നമ്മൾ ഇറക്കിയിട്ടുണ്ട്. TKF.com വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു thermal paste ബെസ്റ്റ് ആണ് എന്ന് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇതെനിക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. സോ നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റും, സ്പെഷ്യലി എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മളുടെ ബ്രാൻഡ് ഓഫ് thermal paste വേൾഡ് വൈഡ് അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള മറ്റ് thermal paste ബ്രാൻഡ് അല്ലെങ്കിൽ മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏത് റേഞ്ചിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ അതിനു വേണ്ടിയാണ് സ്പെസിഫിക് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. സോ യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ. സോ തുടങ്ങാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ thermal paste ആക്ച്വലി എന്താണ്? പലരും വിചാരിക്കുന്നത് ഇത് കൂളിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോസസ്സറിനെ കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പേസ്റ്റ് പോലത്തെ സംഭവമാണെന്നാണ്. ആക്ച്വലി ഇൻ എ വേ അത് കറക്റ്റാണ്, ബട്ട് 100% അതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനെയല്ല. thermal paste ആക്ച്വലി കൂളിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയൊരു യൂസ് എന്ന് പറയുന്നത് രണ്ട് സർഫേസിൻ്റെ ആ ഒരു സർഫേസ് ഇറഗുലാരിറ്റീസിനെ സ്മൂത്ത് ചെയ്ത് ഒരു സ്മൂത്ത് സർഫേസ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് thermal pasteൻ്റെ ഏറ്റവും ഫസ്റ്റ് മേജർ യൂസ് എന്ന് പറയുന്നത്. പ്രോസസ്സറിൻ്റെ മേളിലത്തെ ടോപ്പ് പോർഷൻ ഉണ്ട്, IHS എന്ന് പറയും, ഇൻറ്റിഗ്രേറ്റഡ് ഹീറ്റ് സ്പ്രെഡർ. സോ ഈ IHS ആണ് ആക്ച്വലി നമ്മുടെ കൂളറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. കൂളറിൻ്റെ ബേസ് പ്ലേറ്റ് ആകട്ടെ അല്ലെങ്കിൽ കോൾഡ് പ്ലേറ്റ്. സോ ഈ രണ്ട് സർഫേസും നമ്മൾ നോർമലി നോക്കുമ്പം സ്മൂത്ത് ആയിരിക്കും, അതിൽ ഇംപെർഫെക്ഷൻസ് അങ്ങനെ കാണത്തില്ല. ബട്ട് മൈക്രോസ്കോപ്പിക് ലെവലിൽ നോക്കുവാണെങ്കിൽ ഇതിൽ പല ഇറഗുലാരിറ്റീസും ക്യാവിറ്റീസും ചെറിയ ഹോൾസൊക്കെ കാണും. ഇത് നമ്മൾ യൂഷ്വലി നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഫോർ എക്സാമ്പിൾ കൂളറയിൽ നോക്കുവാണെങ്കിൽ ചിലപ്പം കൂളറിൻ്റെ ആ ഒരു പ്ലേറ്റിൽ നോക്കുവാണെങ്കിൽ ചിലപ്പം ചെറിയ ഇത് സംഭവം നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ കാണുന്ന ഈ രണ്ട് പൈപ്പിൻ്റെ ആ ഒരു ജോയിൻറ്റിൻ്റെ ഏരിയ നിങ്ങൾ ടച്ച് ചെയ്യാൻ നോക്കുമ്പം ചെറുതായിട്ട് ഒരു ഹൈറ്റിൻ്റെ വേരിയേഷൻ, ചെറിയൊരു റഫ്നെസ് ഫീൽ ചെയ്യും. സോ ഈ രണ്ട് സർഫേസ് പ്ലേറ്റ്സും നമ്മൾ ടൈറ്റായിട്ട് സ്ക്രൂ ചെയ്ത് വെക്കുമ്പം ഹീറ്റ് സ്പ്രെഡ് ചെയ്യാൻ ചെറിയൊരു ഡിഫിക്കൽട്ടി വരും. അതായത് പ്രോസസ്സർ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ കൂളറിലോട്ട് ഫാസ്റ്റായിട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് ചെറിയ ഡിഫിക്കൽട്ടി വരും. സോ ഈ ഡിഫിക്കൽട്ടി ഇല്ലാതാക്കാനും തെർമൽ കണ്ടക്ടിവിറ്റി ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്ക് തെർമൽ പേസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. സോ ഈ പേസ്റ്റ് അപ്ലൈ ചെയ്യുമ്പം ഈ പേസ്റ്റ് പോയി ആ ഒരു ഗ്യാപ്സിലൊക്കെ ഫില്ലായി ആ ലെവൽ സ്മൂത്ത് ആക്കുന്നതായിരിക്കും. സോ അങ്ങനെ വരുമ്പം നല്ലതുപോലെ ബോണ്ടിങ് ഉണ്ടാകും. ബോണ്ടിങ് നല്ല സ്ട്രോങ് ആൻഡ് സ്മൂത്ത് ആണെങ്കിൽ, അതും നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള തെർമൽ പേസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റായിട്ട് ഹീറ്റ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പ്രോസസ്സറിൽ നിന്ന് ഫാസ്റ്റായിട്ട് ഹീറ്റ് പുറത്തോട്ട് പോകും. ഫാസ്റ്റായിട്ട് ഹീറ്റ് പാസ് ചെയ്ത് കളയുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ട് പ്രോസസ്സറിനെ കൂൾ ചെയ്യാൻ പറ്റും, അത്രയും ബെറ്റർ തെർമൽസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് ആക്ച്വലി തെർമൽ പേസ്റ്റിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂ എത്ര കൂടുതലാണോ അത്രയും ബെസ്റ്റ് ആയിരിക്കും. 8.5 ആണ് നമ്മുടെ തെർമൽ പേസ്റ്റിൻ്റെത്. അതിനും താഴെയുള്ളതുകൊണ്ട് 3 മുതൽ അങ്ങോട്ട് ആവറേജ് ഓക്കെയാണ്. 3ക്ക് താഴെയാണെങ്കിൽ അത് അത്രയ്ക്ക് പോരാന്നാണ്. ഹൈയായിട്ട് ഓവർക്ലോക്കിംഗ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 13-15 വരുന്ന തെർമൽ ഗ്രിസ്ലി പോലത്തെ ബ്രാൻഡ്സ് നോക്കണം. നമ്മൾ അത് നോക്കാത്തത് വേറൊന്നുമല്ല, ഒന്നാമത്തത് പ്രൈസ് കൂടുതലാണ്. പെർ ഗ്രാമിൻ്റെ പ്രൈസ് തെർമൽ ഗ്രിസ്ലി നോക്കുവാണെങ്കിൽ 799 1000 rupees വരുന്നത്. ബട്ട് അവിടെയും ഡിസൈഡിങ് ഫാക്ടർ പ്രൈസ് ആണ്. 1 ഗ്രാമിൻ്റെ പ്രൈസ് 799 to 1099 റേഞ്ച് ആണ് വരുന്നത്. എനിവേസ്, ഇൻ കേസ് നമ്മുടെ തെർമൽ പേസ്റ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ തെർമൽ ഗ്രിസ്ലിയുടെ ഒരു കമ്പാരിഷൻ വേണമെങ്കിൽ ജസ്റ്റ് കമൻസിൽ പറഞ്ഞാൽ മതി. നമ്മൾ നെക്സ്റ്റ് ഫ്യൂച്ചർ വീഡിയോയിൽ അതും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നതായിരിക്കും. ബട്ട് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞാനത് ഇൻക്ലൂഡ് ചെയ്തില്ല. നെക്സ്റ്റ് വീഡിയോ എപ്പോഴെങ്കിലും നമ്മളൊരു വേറൊരു വീഡിയോയും കൂടി ചെയ്യാം. അതിൽ ഓൺലി നമ്മുടെ പേസ്റ്റും ഈ ഒരു ടോപ്പ് ഓഫ് ലൈൻ തെർമൽ ഗ്രിസ്ലിയുടെ പേസ്റ്റുമായിട്ട് നമ്മൾ കമ്പാരിഷൻ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഒരു കമ്പാരിഷന് വേണ്ടി മാത്രമാണ്. നോ ഡൗട്ട് തെർമൽ ഗ്രിസ്ലി തന്നെയായിരിക്കും ബെറ്റർ കൂളിംഗ് ഓഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏതൊക്കെ ബ്രാൻഡ് ഓഫ് തെർമൽ പേസ്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റിംഗിൽ യൂസ് ചെയ്യാൻ പോകുന്നത്? ഇതാണ് ലിസ്റ്റ്. ഡീപ് കൂളിൻ്റെ Z3 തെർമൽ പേസ്റ്റ്, നോക്ടുവ ബ്രാൻഡിൻ്റെ NT-H1 തെർമൽ പേസ്റ്റ്, കോർസെയർ ബ്രാൻഡിൻ്റെ TM30, കൂളർ മാസ്റ്റർ ബ്രാൻഡിൻ്റെ മാസ്റ്റർ ജെൽ റെഗുലർ മോഡൽ, ആർട്ടിക് ബ്രാൻഡിൻ്റെ MX4 എന്ന മോഡൽ തെർമൽ പേസ്റ്റ്, പിന്നെ നമ്മളുടെ TKFൻ്റെ TG-01, ആൻഡ് ലാസ്റ്റ് ഒരു സ്പെഷ്യൽ എൻട്രിയും കൂടിയുണ്ട്, ദി അൾട്ടിമേറ്റ് തെർമൽ പേസ്റ്റ്.
₹99 മാത്രം 30 gram ഓഫ് തെർമൽ പേസ്റ്റ് ആണ് കിട്ടുന്നത്. ഇത്രയും വലിയ സിറിഞ്ച്. ആൻഡ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം നോക്കുവാണെങ്കിൽ ആക്ച്വലി ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതേ സെയിം മോഡൽ, അതായത് കാണാൻ സെയിം ഇതുപോലെ ഇരിക്കുന്ന പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഒരേ തെർമൽ പേസ്റ്റ് തന്നെയാണ് എല്ലാം, പക്ഷേ എല്ലാത്തിലും പല സ്റ്റിക്കർ ഒട്ടിച്ച് പല കമ്പനീസ് പല റേറ്റ്സിലാണ് വിൽക്കുന്നത്. സോ ₹99 ഉണ്ട്, ₹150 ഉണ്ട്, $165 ഉണ്ട്, $170 ഉണ്ട്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ₹99 ആണ്, പ്ലസ് ഷിപ്പിംഗ് എന്തോ എക്സ്ട്രാ വന്നിട്ടുണ്ട്. സോ ടോട്ടൽ ₹165 എന്തോ ആണ്. ഇതിൻ്റെ ബ്രാൻഡ് നെയിം നോക്കുവാണെങ്കിൽ YNPJ190 അങ്ങനെയാണ് മോഡലിൻ്റെ പേരിട്ടേക്കുന്നത്. സോ എന്തായാലും ഈ വീഡിയോക്ക് വേണ്ടി ഞാനിതിൻ്റെ പേര് ചെറുതായിട്ട് മാറ്റുവാണ്. നമുക്ക് ഈസിലി വിളിക്കാൻ പറ്റിയൊരു പേരാണ്. സോ ഇതിനെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശശി എന്നാണ് വിളിക്കുന്നത്, ശശി ബ്രാൻഡ്. ഇനി ഈ പറഞ്ഞ തെർമൽ പേസ്റ്റിൻ്റെ എല്ലാം പ്രൈസിങ്ങും ആൻഡ് ചെറിയ സ്പെക്ക് മെയിനായിട്ട് നോക്കുന്നത് നമ്മൾ വാട്ട്സ് പെർ മീറ്റർ കെൽവിനാണ്. തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്നാണ് നോക്കുന്നത്. സോ ഡീപ് കൂൾ Z3 1.5 grams ആണ് കിട്ടുന്നത്, $349 ആണ് പ്രൈസിങ്. സോ പെർ ഗ്രാം നോക്കുവാണെങ്കിൽ $232.67 വരുന്നത്. വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ നോക്കുവാണെങ്കിൽ 1.134 ആണ് അതിൽ ഇട്ടേക്കുന്നത്. നോക്ടോ NT-H1 3.5 grams ആണ്, $799 ആണ് പ്രൈസ്. ഈ പ്രൈസ് ആക്ച്വലി ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ചില സമയത്ത് $1099 കണ്ടിട്ടുണ്ട്. സോ ഞാനിത് വാങ്ങിച്ച സമയത്തെ പ്രൈസാണ് $799. സോ ആ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ₹228 ആണ് പെർ ഗ്രാം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്ന് ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടില്ല, വെബ്സൈറ്റ് നോക്കിയിട്ടും അതും ക്ലിയർ അല്ല. കോർസെയർ TM30 3 grams ആണ് വരുന്നത്, $599 ആണ് പ്രൈസിങ്. 199.67 ആണ് ആവറേജ് ഒരു 1 ഗ്രാമിൻ്റെ പ്രൈസ് വരുന്നത്. മാസ്റ്റർ ബ്രാൻഡിൻ്റെ മാസ്റ്റർ ജെൽ റെഗുലർ തെർമൽ പേസ്റ്റ് 2.5 grams ആണ്, $340 ആണ് ഇതിൻ്റെ പ്രൈസിങ് ഞാൻ വാങ്ങിച്ചപ്പം. സോ പെർ ഗ്രാമിന് $136 വരും. ഇതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി 5 watts per meter Kelvin ആണ്. ആൻഡ് കോർസെയർ TM30 3.8 ആണ് അവർ മെൻഷൻ ചെയ്തേക്കുന്നത്. ആർട്ടിക് MX4 4 grams ആണ്, $499 ആണ് പ്രൈസിങ്. ഇതിൻ്റെയും പ്രൈസസ് ഫ്ലക്ച്വേറ്റിംഗ് ആണ്, ചില സമയം $699 കണ്ടിട്ടുണ്ട്, $899 കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചപ്പം ഓഫർ $499 പ്രൈസ് ആയിരുന്നു. സോ ആ പ്രൈസ് വെച്ച് പെർ ഗ്രാമിന് 124.75 ആണ്. ഇതിൻ്റെയും തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂ മെൻഷൻ ചെയ്തിട്ടില്ല, വെബ്സൈറ്റിലും ഇല്ലായിരുന്നു. നെക്സ്റ്റ് TG1 നമ്മുടെ TKF 3 grams ആണ് വരുന്നത്, $339 ആണ് പ്രൈസിങ്. പെർ ഗ്രാമിന് $113 ആണ്. നെക്സ്റ്റ് നമ്മുടെ ശശി ബ്രാൻഡ് 30 gram ആണ് വെയിറ്റ് കിട്ടുന്നത്. സോ പ്രൈസ് ഞാനിവിടെ ഇട്ടേക്കുന്നത് $165 ആണ്. സോ അങ്ങനെ നോക്കുമ്പം ₹5.50 പെർ ഗ്രാമിൻ്റെ റേറ്റ് വരുന്നത്. സോ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമൽ പേസ്റ്റിൻ്റെ പ്രൈസും പെർ ഗ്രാം പ്രൈസും ആൻഡ് അതിൻ്റെ തെർമൽ കണ്ടക്ടിവിറ്റി വാല്യൂ. എനിവേസ് നമ്മുടെ ടെസ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ച് ഞാൻ പറയാം. 2 ടെസ്റ്റാണ് ചെയ്തത്. ആക്ച്വലി ഫസ്റ്റ് ഒരു ബേസിക് ടെസ്റ്റായിരുന്നു ചെയ്തത്, Ryzen പ്രോസസ്സർ യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ ടെസ്റ്റിൻ്റെ ആ ഒരു റിസൾട്ട്സ് കണ്ടിട്ട് എനിക്ക് അത്ര ഫേവറബിൾ ആയിട്ട് തോന്നിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മനസ്സിലായില്ല. 2 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു, വീണ്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വീണ്ടും വേറൊരു കുറച്ചുകൂടി ഇൻറ്റൻസ് ടെസ്റ്റ് ചെയ്തു. സോ 2 ടോട്ടൽ ടെസ്റ്റാണ് നമ്മൾ ചെയ്തത്. ഒന്ന് Ryzen പ്രോസസ്സർ യൂസ് ചെയ്ത്, Ryzen 5600X, മദർബോർഡ് MSIയുടെ B550A Pro മോഡലാണ്, 16 GB RAM യൂസ് ചെയ്തിട്ടുണ്ട്. കൂളർ ഇവിടെ ഒരു എയർ കൂളറാണ് യൂസ് ചെയ്തത്, ഡീപ് കൂളിൻ്റെ AK400. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കൂളറാണ്, $2000 റേഞ്ചിൽ വരുന്ന ബെസ്റ്റ് ഒരു നല്ലൊരു കൂളറാണ്. ഇതിൻ്റെ ഇൻഡെപ്ത് റിവ്യൂ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇതിൽ ഈ ഒരു ടെസ്റ്റിംഗ് വൈസ് നോക്കുവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു കൂളറാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. സോ ഈ ടെസ്റ്റ് ഒരു നോർമൽ ടെസ്റ്റാണ്, അതായത് ഒരു ബേസിക് PC യൂസർ എങ്ങനെ PC യൂസ് ചെയ്യും. ബേസിക് PC യൂസർ എന്ന് പറയുമ്പോൾ ഓവർ ക്ലോക്കിംഗ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് PC ബിൽഡ് ചെയ്ത് വാങ്ങിച്ച് കൊണ്ടുവന്ന് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നൊരു സംഭവം. ആ ഒരു ടെസ്റ്റ് ബേസിക് സെറ്റപ്പാണ്. നെക്സ്റ്റ് ഇൻറ്റലിൻ്റെ സെറ്റപ്പ് 12600K ആണ് പ്രോസസ്സർ, കുറച്ചും കൂടി ഹയർ TDP ഉള്ളതാണ്. 120 watts TDP ആണ് വരുന്നത്. 125 നിൽക്കത്തില്ല, 160 above ഒക്കെ ഈസിലി പോകും. 12600K നമ്മൾ കുറച്ച് ഓവർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്. സോ P കോഴ്സ് എല്ലാം തന്നെ 5 GHz റൺ ആവുന്നത്, ഈ കോഴ്സ് എല്ലാം തന്നെ 4 GHz ആണ്. Ryzen സിസ്റ്റം നോക്കുവാണെങ്കിൽ 96 watts വരെ പവർ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇൻറ്റൽ സൈഡ് നോക്കുവാണെങ്കിൽ 165 watts വരെ മാക്സിമം പോയിട്ടുണ്ട്. സോ അത്രയും ഡിഫറൻസ് ഉണ്ട് 2 പ്രോസസ്സേഴ്സ് തമ്മിലും. ഇൻറ്റൽ പ്രോസസ്സേഴ്സ് കുറച്ചുകൂടി ഓവർ ക്ലോക്ക് ചെയ്തുകൊണ്ട് 165 watts മേലോട്ട് പോകുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് അത്രയും തെർമൽസ് ഇൻറ്റൽ പ്രോസസ്സേഴ്സിൻ്റെ കൂടുതലായിരിക്കും. 12600K പ്രോസസ്സർ നമ്മൾ വെച്ചേക്കുന്നത് ഗിഗബൈറ്റിൻ്റെ Z690 UD മദർബോർഡിലാണ്. 16 GB ആണ് റാം ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത്. കൂളർ നമ്മളിവിടെ ഒരു എയർ കൂളറല്ല യൂസ് ചെയ്തേക്കുന്നത്, കൂളർ മാസ്റ്ററിൻ്റെ ML240L ലിക്വിഡ് കൂളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്തത് നോർമൽ റൂം ടെമ്പറേച്ചറിലാണ്, AC കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. 29 to 30 degrees ആണ് റൂം ടെമ്പറേച്ചർ. ഫാൻ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. ഫാൻ അതും ഹൈ സ്പീഡിലൊന്നും അല്ല യൂസ് ചെയ്തത്, ജസ്റ്റ്
സെക്കൻഡ് സ്പീഡിലാണ് ഫാൻ യൂസ് ചെയ്യുക. സോ ഒരു നോർമലി ടിപ്പിക്കൽ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഒരു സിനാരിയോ ആണിത്. അതായത് ഹെവി എ സിയും കാര്യങ്ങളും വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല. നോർമൽ ഒരു വീട്ടിൽ എങ്ങനെ യൂസ് ചെയ്യുന്നോ ആ ഒരു അതേ സെറ്റപ്പിലാണ് രണ്ട് സിസ്റ്റംസും നമ്മൾ ടെസ്റ്റ് ചെയ്തത്. ഐഡ 64 എക്സ്ട്രീം സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ട്രെസ് ടെസ്റ്റ് എല്ലാം ചെയ്യുന്നത്. സോ ഇതിൽ 100% ഫുൾ ലോഡിൽ നമുക്ക് CPU നല്ലതുപോലെ സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ ഐഡ 64 1 hour ടെസ്റ്റ് കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഓരോ തെർമൽ പേസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് 1 hour നമ്മൾ ടെസ്റ്റ് ചെയ്തു. തെർമൽ പേസ്റ്റ് ചേഞ്ച് ചെയ്ത് ഒരു 30 to 40 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നെക്സ്റ്റ് ടെസ്റ്റ് നമ്മൾ ചെയ്തത്. സോ എനിവേസ് ഇത് രണ്ടുമാണ് നമ്മുടെ ടെസ്റ്റിംഗ് സിനാരിയോ ആൻഡ് ടെസ്റ്റ് ബെഞ്ച് സെറ്റപ്പ് യൂസ് ചെയ്തേക്കുന്നത്. സോ റിസൾട്ട്സ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റൈസൻ്റെ നമുക്ക് നോക്കാം. ഡീപ് കൂൾ നോക്കുവാണെങ്കിൽ മാക്സിമം ടെമ്പറേച്ചേഴ്സ് പോയത് 74 ഡിഗ്രീസ് ആണ്. നോക്ടുവ NH1ൻ്റെ 72.8 ഡിഗ്രീസ് ആണ്. ആക്ച്വലി ഈ നോക്ടുവ ബ്രാൻഡ് കാരണമാണ് ഞാൻ സെക്കൻഡ് ഇൻറ്റലിൻ്റെ ഒരു ടെസ്റ്റും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിക്കോസ് ഞാൻ വിചാരിച്ചത് നോക്ടുവ ആയിരിക്കും ഫസ്റ്റ് വരുന്നതെന്ന്. ബട്ട് നോക്ടുവ ടു ബി ഫ്രാങ്ക് എന്താണ് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വാങ്ങിച്ച തെർമൽ പേസ്റ്റിൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ എന്നറിയത്തില്ല. ബട്ട് തെർമൽസ് ഹൈ ആയിരുന്നു. സോ നോക്ടുവയുടെ 72.8 ആണ്. കോർസൻ്റെ TM30 72.6 ആണ് ടെമ്പറേച്ചർ മാക്സിമം റീച്ച് ആയത്. കൂളമാസ്റ്ററിൻ്റെ മാസ്റ്റർ ജെൽ റെഗുലർ കുറച്ചുകൂടി കുഴപ്പമില്ല, 70.8 വരെ മെയിൻറ്റെയിൻ ചെയ്തുള്ളൂ, അതിന് മേലോട്ട് കൊണ്ടുപോയില്ല. ആർട്ടിക്കിൻ്റെ MX4 ആണ് 69.8 ഡിഗ്രീസ്. TKF TG-01 നോക്കുവാണെങ്കിൽ 69.9 ആണ്. ആൻഡ് ശശി ബ്രാൻഡിൻ്റെ 81.2 ആണ് മാക്സിമം പോയേക്കുന്നത്. സോ എന്തായാലും ഞാനത് റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇൻ കേസ് യൂസ് ചെയ്യുന്നവർ കാണും, 100% ഉറപ്പാണ്. ഉണ്ടെങ്കിൽ പ്ലീസ് അത് ഒന്ന് മാറ്റൂ, വേറെ ഏതെങ്കിലും വാങ്ങിച്ചോ, കുഴപ്പമില്ല അത്. ബട്ട് മാറ്റി വേറെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഓവറോൾ ഈ ടെസ്റ്റിങ്ങിൽ നോക്കുവാണെങ്കിൽ 1-2 ഡിഗ്രീസിൻ്റെ ആ ഒരു വേരിയേഷൻ ഉള്ളൂ. ഹെവി ആയിട്ടുള്ള വേരിയേഷൻസോ ഹെവി ആയിട്ടുള്ള ഡിഫറൻസസ് ഒന്നുമില്ല. ബേസിക് യൂസിനാണെങ്കിൽ നമുക്ക് എല്ലാം റെക്കമെൻഡ് ചെയ്യാവുന്ന തന്നെയാണ്. എക്സെപ്റ്റ് ലാസ്റ്റ് നമ്മുടെ ശശി ബ്രാൻഡ് അല്ലാതെ ബാക്കിയെല്ലാം റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. എന്നാലും ഈ ഗ്രാഫ് വെച്ച് നോക്കുവാണെങ്കിൽ ഡീപ് കൂൾഡ് Z3 ആണ് കുറച്ച് ഇൻഎഫിഷ്യൻറ്റ് കൂളിങ്ങിൽ. സോ നോക്ടുവയുടെ NT-H1 നമുക്ക് കൺസിഡർ ചെയ്യാം. ടു ബി ഫ്രാങ്ക് ഐ ഡോണ്ട് നോ, നോക്ടുവയുടെ കുറച്ച് തെർമൽ പേസ്റ്റ് യൂസ് ചെയ്യുമ്പോഴും കുറച്ച് കട്ടിയായിരുന്നു, കുറച്ച് ഡ്രൈ ആയതാണോ പഴയ സ്റ്റോക്കാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ടെസ്റ്റിംഗ് റിസൾട്ട്സ് ആക്ച്വലി ഇത് ഞാൻ അത്രയ്ക്ക് ഒരു നോക്ടുവയുടെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ട് പറയുവാണ്, അത്രയും നല്ല കൂളിംഗ് എഫിഷ്യൻറ്റി തരുന്ന ഒരു തെർമൽ പേസ്റ്റ് ആയിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ എന്താണ് ഇതിന് പറ്റിയെന്ന്. സോ ഇതിലെന്തായാലും ആർട്ടിക്കിൻ്റെ MX4 നിങ്ങൾക്ക് വാങ്ങിക്കാം, 4 grams ആണ് കിട്ടുന്നത്. ഡീപ് കൂൾഡ് Z3 നോക്കുവാണെങ്കിൽ ഇൻഎഫിഷ്യൻ്റ് ആണ്, 74 നമുക്ക് റീച്ച് ആയിട്ടുണ്ട് ടെമ്പറേച്ചേഴ്സ്. ആൻഡ് ഓൾസോ 1.5 grams മാത്രമേ വരുന്നുള്ളൂ. സോ പെർ ഗ്രാമിന് നോക്കുവാണെങ്കിൽ 232 rupees കൊടുക്കണം. സോ ഇത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഗ്രാഫ് വെച്ചിട്ട് നോക്കിയിട്ട് പെർ ഗ്രാമിൻ്റെ പ്രൈസും ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസും നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇൻറ്റലിൻ്റെ ടെസ്റ്റിംഗ് റിസൾട്ട്സ് നമുക്ക് നോക്കാം. സോ ഇവിടെ ഇൻറ്റലിൻ്റെ ടെസ്റ്റിംഗ് റിസൾട്ട്സ് നോക്കുവാണെങ്കിൽ ഡീപ് കൂൾ ബ്രാൻഡ് മാക്സിമം 87 ഡിഗ്രീസ് ആണ്. നോക്ടുവ NT-H1 89 ആണ് ഇവിടെയും. കോർസൻ്റെ TM30 92 ഡിഗ്രീസ് വരെ പോയിട്ടുണ്ട്. കൂളമാസ്റ്ററിൻ്റെ മാസ്റ്റർ ജെൽ റെഗുലർ 87 ഡിഗ്രീസ്. ആർട്ടിക്കിൻ്റെ MX4 86.7 ആണ്. TKFൻ്റെ TG-01 87 വരെയാണ്. ആൻഡ് ശശി ബ്രാൻഡിൻ്റെ ഐ ഡോണ്ട് നോ 100 മേലെ പോയി സിസ്റ്റം ഓഫ് ആയിട്ടുണ്ട്. ആക്ച്വലി 1 മണിക്കൂറൊന്നും ടെസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല, ജസ്റ്റ് 1-2 മിനിറ്റ് ചെയ്യേണ്ടി വന്നേ ഉള്ളൂ. ബിക്കോസ് ആദ്യം ഞാൻ ടെസ്റ്റ് റൺ ചെയ്ത് ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് PC ഓഫായിരുന്നു. സോ എനിക്കങ്ങോട്ട് മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. വീണ്ടും PC റീസ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് ഐഡ 64 ഇങ്ങനൊരു മെസ്സേജ് കണ്ടത്. അതായത് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ സിസ്റ്റം ഷട്ട് ഡൗൺ ആയിപ്പോയെന്നും. സോ വീണ്ടും ടെസ്റ്റ് റൺ ചെയ്തു. ആക്ച്വലി സ്ക്രീൻഷോട്ട് റെക്കോർഡിംഗ് നമ്മൾ ഓൺ ചെയ്ത് വെച്ചതാണ്, പക്ഷേ ഓഫ് ആയി പോയത് കൊണ്ട് അത് കിട്ടിയില്ല. സോ അതുകൊണ്ട് വീണ്ടും ക്യാമറ ഓൺ ചെയ്തിട്ട് റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വെച്ചു. സോ അതിൽ കിട്ടിയ സംഭവമാണ് 1 മിനിറ്റ് 2 മിനിറ്റ് വിതിൻ 2 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് സിസ്റ്റം കംപ്ലീറ്റ്ലി ബ്ലൂ സ്ക്രീൻ വന്ന് ഹാങ് ആയി 100 ഡിഗ്രീസിന് മേലെ പോയി. സിസ്റ്റം പെട്ടെന്ന് തന്നെ ഷട്ട് ഡൗൺ ആയി പോകുന്നുണ്ട്. സോ ഇതുപോലത്തെ 100-150 രൂപയ്ക്ക് 30-40 ഗ്രാം കിട്ടുന്ന ശശി ബ്രാൻഡ് ഓഫ് തെർമൽ പേസ്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് യൂസിങ് ഇറ്റ്, അവോയ്ഡ് ഇറ്റ്. സോ ഈ സിനാരിയോയിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കുവാണെങ്കിൽ ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. Z3 ഡീപ് കൂൾഡ് Z3 കഴിഞ്ഞ ടെസ്റ്റിൽ കൂടുതലായിരുന്നു. ബട്ട് കമ്പാരിറ്റീവ്ലി ഇവിടെ 87 റേഞ്ചാണ്. ഓൾമോസ്റ്റ് എല്ലാ തെർമൽ പേസ്റ്റിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം മാക്സിമം നമ്മൾ ഓവർ ക്ലോക്കിംഗ് കാര്യം ചെയ്തുകൊണ്ട് തന്നെ
കുറച്ച് thermals കൂടുതലായിരിക്കും. അത് എക്സ്പെക്റ്റഡ് ആണ്, അത് കോമൺ ആണ്. Noctua ഇവിടെയും 89 വരെ പോയിട്ടുണ്ട്. കോസെന്റ് TM30 എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, 92 വരെ പോയി. ആർട്ടിക്കിൻ്റെ MX4 ഓക്കെ ആണ്. MX4 ആണ് രണ്ട് ടെസ്റ്റിലും കുറച്ച് കുറവ് കാണിച്ചത്. ബട്ട് സ്റ്റിൽ ഓവറോൾ പ്രൈസിങ്ങിൻ്റെ ആ ഒരു റേഷ്യോയും ഈ ഒരു സംഭവം കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർട്ടിക് MX4ഉം കുഴപ്പമില്ല. കൂളമാസ്റ്ററിൻ്റെ മാസ്റ്ററിൽ റെഗുലറും ഓക്കെയാണ്. TKFൻ്റെ TG-01ഉം 87 സെയിം ആണ്. ഇതെല്ലാം ഓൾമോസ്റ്റ് സെയിം റേഞ്ചിൽ വരുന്നത് തന്നെയാണ്. സോ ഏത് വാങ്ങണമെന്നുള്ളത് പെർ ഗ്രാമിൻ്റെ പ്രൈസും പിന്നൊരു ഫാക്ടർ ഫ്രീ ആയിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങളും ഇൻ കേസ് നിങ്ങൾ നോക്കുന്നവർ കാണും. സോ അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു ചാർട്ടും കൂടെ നിങ്ങൾക്ക് നോക്കാം. സോ ഇതാണ് ഓവറോൾ പാക്കിങ്ങിൽ കിട്ടുന്ന കാര്യങ്ങൾ. സോ ഫ്രീ ആയിട്ടുള്ള ഗുഡീസ് എന്തൊക്കെയാണെന്ന് നോക്കി പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ടെമ്പറേച്ചേഴ്സും കാര്യങ്ങളും കമ്പയർ ചെയ്ത് വാങ്ങാം. സോ എനിവേസ് രണ്ട് ടെസ്റ്റിങ്ങിൻ്റെയും റിസൾട്ട്സ് നിങ്ങളുടെ മുന്നിലുണ്ട്. സോ അതെല്ലാം പോസ് ചെയ്ത് നിങ്ങൾക്ക് ടെസ്റ്റും ഗ്രാഫും കാര്യങ്ങളൊന്നും നോക്കാം. ഏത് വാങ്ങണം എന്നുള്ളതും നിങ്ങളുടെ ആ ഒരു പ്രൈസും നിങ്ങൾക്ക് പെർ ഗ്രാമിൻ്റെ പ്രൈസും ബാക്കി സംഭവങ്ങളെല്ലാം കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം. സോ പെർ ഗ്രാം പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഡീപ് കൂളിൻ്റെ Z3 കൂടുതലാണ്, Noctua NT-H1 കൂടുതലാണ്, കോർസെൻ്റെ TM30യും കൂടുതലാണ്. ഇത് പെർ ഗ്രാം പ്രൈസിലും കൂടുതലാണ്, നമ്മുടെ ടെസ്റ്റിങ്ങിലും ടെമ്പറേച്ചേഴ്സും കുറച്ച് കൂടുതലാണ്. ബട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കുറച്ചുകൂടി കൂളമാസ്റ്ററിൻ്റെ മാസ്റ്റർ ജെൽ റെഗുലർ, ആർട്ടിക്കിൻ്റെ MX4 നല്ലതാണ്. ടു ബി ഫ്രാങ്ക് ഈ ഒരു ടെസ്റ്റിങ്ങിൽ ബെസ്റ്റ് എന്ന് പറയാം. TKFൻ്റെ TG-01 ആണ് നെക്സ്റ്റ്. സോ ഇത് മൂന്നും പെർ ഗ്രാം പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിലും 110 to 130 റുപ്പീസ് റേഞ്ചിൽ വരുന്നതാണ്. ബാക്കി മൂന്നെണ്ണം പറഞ്ഞത് 200 റേഞ്ചിൽ പോകുന്നതാണ് പെർ ഗ്രാം പ്രൈസ്. സോ ഏത് വാങ്ങണം എന്നുള്ളത് എല്ലാം നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ വിട്ടു തരുവാണ്. ടെസ്റ്റിംഗ് മാത്രം നമ്മൾ ചെയ്തും നമ്മൾ ഡീറ്റെയിൽസും കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഏത് വാങ്ങണം എന്നുള്ളത്, ദാറ്റ്സ് യുവർ മണി, യുവർ ഡെസിഷൻ. എനിവേസ് ഇതിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോസ് ഓർ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും. സോ എനിവേസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. TKFൻ്റെ TG-01 തേർമൽ പേസ്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക്സ് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. 339 റുപ്പീസ് ആണ്. കേരളത്തിൽ ഡെലിവറി ഫ്രീ ആണ്. സോ യു ക്യാൻ പർച്ചേസ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.